ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മീശപ്പുലിമലയാണ്. മീശപ്പുലിമലയെക്കുറിച്ച് പിന്നെ പ്രത്യേകം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മീശപ്പുലിമല പോകണമെന്ന്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന ലവ് ടു ട്രാവൽ എന്ന ടീമിനോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ. പേരെടുത്ത് പറയുകയാണെങ്കിൽ നിഖിൽ ബ്രോവിൻ്റെ അടുത്തും ബാവാക്കാടും പ്രത്യേകം നന്ദി പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ടീമിൻ്റെ കൂടെയുള്ള എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണിത്. ഈ പ്രാവശ്യം ഫാമിലിയും കൂടെ ഉണ്ടെന്നുള്ള പ്രത്യേകതയാണുള്ളത്. നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിൽ നിന്നുള്ള KFDC ഓഫീസിന് മുമ്പിൽ നിന്നാണ്. നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവരുടെ വെഹിക്കിളിലാണ് നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് ബേസ് ക്യാമ്പിലോട്ട്. ഇതിനിടയിൽ ഒരു സൈലന്റ് വാലി എന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തൊന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെയും ഒരു 5 കിലോമീറ്റർ ചെറിയൊരു ഓഫ് റോഡൊക്കെ ആയിട്ട് ആണ് ബേസ് ക്യാമ്പിലെത്തുന്നത്. മൂന്നാർ സൈലന്റ് വാലിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി നോക്കി കാണാവുന്നതാണ്. രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ഈ പാക്കേജ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് മീശപ്പുലിമല ബേസ് ക്യാമ്പിലെത്തും. ബേസ് ക്യാമ്പിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറിഞ്ഞി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയുള്ള ട്രെക്കിംഗ് ആണുള്ളത്. ഈ ട്രെക്കിംഗ് ഏകദേശം 5 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ കാണും. ഇതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞത് നമുക്ക് കേൾക്കാം. കടന്നു പോകണം. അതിൻ്റെ ഇടയിൽ പൂക്കളും മരങ്ങളും ചെടികളും പലതും കാണും. അതായത് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ ചെടി മുതൽ മാജിക് മഷ്റൂം വരെയുള്ള പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറക്കും അതായത് നാളെ മുതൽ വരുന്ന ഗസ്റ്റുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രകൃതി ഓരോന്നും ഉണ്ടാക്കി തരുന്നത്. അത് തൊടാനോ പറിക്കാനോ ഒന്നിനും നിൽക്കില്ല. പിന്നെ നമ്മളിവിടുന്ന് കൊണ്ടുപോകണ എന്ത് പ്ലാസ്റ്റിക് മറ്റു സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുട്ടായിൻ്റെ കവർ പോലും അവിടെ ഇട്ട് പോലും ചെയ്ത് ഒന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല, ഒന്നും അവിടെ നിന്ന് എടുക്കാനും പറ്റില്ല. ആ രീതിയിൽ തന്നെ എല്ലാവരും ഈ ട്രക്കിംഗ് പൂർത്തിയാക്കാം. പിന്നെ അവിടുത്തെ ഒരു പൂവും റോഡോഡെൻഡ്രോൺ മാത്രമല്ല നീലക്കുറിഞ്ഞി എല്ലാം ഉണ്ട്. ഒരെണ്ണത്തിന് 10,000 രൂപ വരെ ഫൈനുള്ള പൂക്കളുണ്ട്. ഒന്നും പറിക്കാതിരിക്കുക. പിന്നെ ഇവിടെ ചിലർ ചിരിച്ചാർജ് മഷ്റൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതവിടെ നിന്നോട്ട് ആരും പറഞ്ഞ് തിന്നൊന്നും വേണ്ട. കണ്ടോ ഫോട്ടോ എടുത്തോ, കൈ പിടിച്ചെടുക്കാതിരിക്കുക. എല്ലാവരും ഇതായി ഗൈഡുകൾ പറഞ്ഞു കേട്ട് വേണം പോകാൻ. പിള്ളേരെ പ്രത്യേകം സൂക്ഷിക്കുക. നല്ല സ്ലീപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവരെ സൂക്ഷിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പോരുക. എല്ലാവരും ഒന്നിച്ച് തിരിച്ചു വരിക. ഓക്കെ, ശരിയല്ലേ? എല്ലാവരും കൂടെ പോയിട്ട് പോവാം. ഹാപ്പിയായിട്ട് പോയിട്ട് പോവാം.
ഇതാണ് ആ പറഞ്ഞ വാട്ടർഫാൾസ്. ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് കാണാവുന്നതാണ്. ഇവിടെ കുളിക്കേണ്ടവർ കുളിക്കാം. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ ബേസ് ക്യാമ്പിലേക്ക്. പിന്നെ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. അതിൽ പരസ്പരം പരിചയപ്പെടുത്തലും പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റ് പിന്നെ കോമൺ ടോയ്ലറ്റ് ആയിരിക്കും. സ്റ്റേ എന്ന് പറയുന്നത് ടെൻറ്റ് സ്റ്റേ ആണ്. ഒരു ടെൻറ്റിൽ 2 പേർക്ക് എന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ടെൻറ്റാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററാണ് പിന്നെ ജീപ്പിന് ഓടാള്. 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ റോഡമെൻഷൻ അവിടെ ഒരു കോട്ടേജ് ആളുണ്ട്. അവിടെ പോയിട്ട് വണ്ടി നിർത്തും. അവിടുന്ന് അങ്ങോട്ട് കയറാനുള്ളത് ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളമുള്ളൊരു കുന്നാണ്. സെക്കൻഡ് രാവിലെ 5 മണിക്കാണ് നമ്മൾ മീശപ്പുലിമല ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.